അല്പസമയത്തകം മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിക്കും. അവിടെ രഘുനാഥ് നാരായണൻ കൂടിയുണ്ട്. രഘു, ഇന്നലെ നമ്മൾ ആ സങ്കട കാഴ്ച ഇന്നലത്തെ വൈകുന്നേരത്തിൽ കണ്ടതാണ്, ഇന്നലത്തെ രാത്രിയിൽ കണ്ടതാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ണൻ പറഞ്ഞ പോലെ ഓരോ നമ്പർ നൽകി മനുഷ്യജീവന് ഇത്രത്തോളം നിസ്സാരമായ മൂല്യമേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്പർ നൽകി പിന്നീട് DNA പരിശോധനയുടെ ഫലം വരുമ്പോൾ ബന്ധുക്കൾക്ക് മരിച്ചത് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം ശാസ്ത്രീയമായൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പുത്തുമലയിൽ എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? അവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് രഘു? 3 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കുൾപ്പെടെ സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ അല്ല, ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ 30 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികളൊക്കെ തയ്യാറായിരുന്നു. പിന്നീടാണ് ഈ ആദ്യത്തെ 8 പേരെ മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ എന്നുള്ള അറിയിപ്പ് കിട്ടിയത്. വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ജോലികൾ നടന്ന് ഒരു 12 മണിയോടുകൂടി, അർദ്ധരാത്രി 12 മണിയോടുകൂടി ആ സംസ്കാരമെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ ചെറിയ കുഴികൾ എടുക്കാനുള്ള, അതായത് 164 ശരീരഭാഗങ്ങളാണുള്ളത്. അത് സംസ്കരിക്കാൻ വേണ്ടി ചെറിയ കുഴികൾ, സാധാരണ നിലയിൽ 6 അടി നീളം ഉള്ള കുഴികളാണ് എടുക്കുന്നത്. ഈ ബോഡി പാർട്സ് ആയതുകൊണ്ട് അതിന് ഒരു 3-4 അടി മാത്രം വീതിയിൽ മാത്രമുള്ള കാര്യങ്ങൾ മതി എന്നുള്ളതാണ്. അതിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലുള്ള കുഴികൾ എടുക്കുന്നത്. 3 മണിയോടുകൂടി ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ അവർ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ മഴ ഒരു തിരിച്ചടിയാവും? കാലാവസ്ഥ മോശമാകുകയാണെങ്കിൽ സംസ്കാര ചടങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം മണ്ണ് ഇളകി നിൽക്കുകയാണ്, കുഴിയിലൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെന്തെങ്കിലും മാർഗ്ഗങ്ങൾ, ടാർപോളിനോ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. കുഴികൾ മുഴുവൻ എടുത്തു തീർന്നു? ഇല്ല, അതിൻ്റെ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുഴുവൻ ഇതിനുള്ള കുഴികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ കൂടിയുടെ ആണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ശരീരഭാഗങ്ങളും മറവ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ? സ്ഥലത്തിൻ്റെ ചെറിയൊരു കുറവ് വരുന്നുണ്ട്, പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. എത്ര മണിയോടുകൂടി നമുക്കിത് ആരംഭിക്കാനാകും? 3 മണിയോടുകൂടി നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്ഥലം ഇവിടെ ഉണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവരും കാണുന്ന പോലെ തന്നെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഏകദേശം ഒരു പകുതി സ്ഥലം നമ്മളിവിടെ സർവ്വമത പ്രാർത്ഥനക്കും ഈ ശരീരം കൂടുന്ന പോലെയുള്ള ചടങ്ങുകൾ ഇന്നും ഉണ്ടാകും. ആ ചടങ്ങുകളുടെ സർവ്വമത പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് സംസ്കരിക്കുക. അതിനുള്ള അവരെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഭാഗത്ത് നമ്മൾ പന്തലൊരുക്കിയ ഭാഗം ഇതിൽപ്പെട്ട സ്ഥലമാണ്. അതും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം മോൾ ഭാഗത്തും താഴ് ഭാഗത്തും കൂടി ഈ 160 ശരീരഭാഗങ്ങൾ മറവ് ചെയ്യാനുള്ള കുഴികൾ എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ JCB താഴത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വലിയ മൃതദേഹങ്ങൾ, ഫുള്ളായിട്ടുള്ള മൃതദേഹങ്ങൾ മറവ് ചെയ്യുമ്പോഴത്തിന് ആ കുഴികൾ അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് അതുമാവുന്നുള്ള പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് വന്ന്. ഞങ്ങൾക്ക് ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമാവുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി 12 നടപടികൾ നമുക്ക് പൂർത്തീകരിച്ചെങ്കിലും ആ സമയം വരെ മഴയുടെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രതികൂല കാലാവസ്ഥ മാറി വരുന്നൊരു രൂപം കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും ദാർപ്പായി പോലത്തെ സാധനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് എത്രത്തോളം ഈ കുഴികളെടുത്ത് അവിടെ അതെങ്ങനെ ഇത് ക്രമീകരിക്കുന്നുള്ളതിലുള്ള ഒരു ആശങ്കയിലാണുള്ളത്. ഏതായാലും കാലാവസ്ഥ ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരെയും വളരെ ഈ സർവ്വത പ്രാർത്ഥനയോടും കൂടി എല്ലാം നാടിനും എല്ലാവർക്കും അവിടെ നല്ല രീതിയിൽ യാത്രയാക്കാൻ പറ്റുന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളാണ് അവർ പറഞ്ഞിരുന്നു, പഞ്ചായത്തിൻ്റെ മുൻകൈ എടുത്ത് ഇവർക്കൊരു സ്മാരകം ഇവിടെ പണിയാനുള്ള ആലോചനയുണ്ട്. മന്ത്രിമാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവിധമായ സഹായങ്ങൾ നൽകാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതികൂലമായ കാലാവസ്ഥ, ഇന്നലെയും ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതുപോലൊരു മൂടിക്കെട്ട കാലാവസ്ഥയായിരുന്നു. പക്ഷേ വേഗം തന്നെ അന്തരീക്ഷം മാറുകയും 12 മണി വരെ ഒരു ചെറിയ ചാറ്റൽ പോലും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് അല്പം കാര്യമായ രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. എന്തായാലും കാലാവസ്ഥ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അല്ലെങ്കിൽ അതിന് വേണ്ട ബദൽ മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കും. പുത്തുമലയ്ക്ക് ഒരു ദുരന്തത്തിൻ്റെ ചരിത്രം കൂടിയുണ്ടെന്ന് നമ്മൾ വീണ്ടും പറയുന്നത്. കാരണം ഒരു ദുരന്ത ഭൂമിയിലാണ് മറ്റൊരു ദുരന്തത്തിൽ ജീവൻ മാത്രമല്ല അഡ്രസ്സും മുഖവും പോലും നഷ്ടപ്പെട്ട മനുഷ്യരെ ഒന്നിച്ച് സംസ്കരിക്കുന്ന, ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകളെ പലയിടത്തും സംസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഊരും പേരും മുഖവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ കുറച്ചധികം മനുഷ്യരെ
ഒന്നിച്ച് അടക്കുന്നത്, ഒന്നിച്ച് സംസ്കരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ആ 8 മൃതദേഹങ്ങളാണ് എനിക്ക് ഈ മഴയുടെ ഒരു പ്രശ്നം കാരണം ക്യാമറ അവിടെ ഒരു മഴ നനയാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളുടെ കൂടുതലേക്ക് പോകാൻ പറ്റാത്തത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും ആ 8 മൃതദേഹങ്ങളാണ് ഇവിടെ നിലവിൽ സംസ്കരിച്ചിട്ടുള്ളത്. ആ മൃതദേഹങ്ങളുടെയൊക്കെ 2 കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം DNA പരിശോധനാ ഫലം വരുമ്പോൾ അത് ആരുടേത് ശരീരാവശിഷ്ടങ്ങളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അവ ബന്ധുക്കൾക്ക് ഭാവിയിൽ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. DNA പരിശോധനാ ഫലം വരാൻ ഒരു 3-4 മാസമെങ്കിലും എടുക്കും. അതുവരെ നമ്മളുടെ പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. പക്ഷേ ആരാണ്? ഇതെല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, ഞങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ 180 ആളുകളുടെ 30 മൃതദേഹങ്ങളുണ്ട്. ഒപ്പം തന്നെ 160-169 മൃതദേഹ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ എത്തും. കാരണം നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ദുരന്തബാധിത മേഖലയിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് മരിച്ചുപോയവരെക്കുറിച്ച് മാത്രമല്ല, കണ്ടുകിട്ടാനുള്ള ആളുകളെക്കുറിച്ചാണ്. മരിച്ചുപോയവരുടെ മൃതദേഹം കിട്ടി, അവർ മരിച്ചു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തി. പക്ഷേ ഇപ്പോഴും കാണാമറയത്തുള്ള ആളുകൾ, ദുരിതബാധിത മേഖലയിൽ പ്രളയത്തിൽ അകപ്പെട്ടു പോയവർ, ദുരിതത്തിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോയവർ ഒരു പക്ഷേ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു അമിത വിശ്വാസം അവർക്കുണ്ട്. അത് അങ്ങനെയല്ല എന്ന് പലപ്പോഴും അവർ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ കാണാതെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വാർത്തയുടെയൊക്കെ ഭാഗമായി എത്രയോ സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ കാണാതെ പോകുന്ന ആളുകൾ ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു, ഇപ്പോൾ കടലിൽ കാണാതെ പോയ ആളുകളുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ഇപ്പോഴും പ്രതീക്ഷ എവിടെയെങ്കിലും അവർ നീന്തി കയറിയിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. നമുക്ക് ആ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളും അങ്ങനെയായിരിക്കും. കാരണം വൈകുന്നേരം അവർ വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. പക്ഷേ അപ്പോഴും അവർ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ അവരുടെ മൃതദേഹം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അവർ മരിച്ചു നമ്മുടെ ഒരു ബോധ്യത്തിൽ, നമ്മളുടെ ഒരു അറിവിൽ അവരെ സംസ്കരിച്ചു എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടാകണം. പക്ഷേ നിലവിൽ നമ്മൾ നിസ്സഹായരാണ്, ഭരണകൂടം നിസ്സഹായരാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് ആ മൃതദേഹങ്ങൾ, കാരണം ദുരിതത്തിൽപ്പെട്ടവരാണ്. ആ മൃതദേഹങ്ങൾ എത്ര ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഊഹിക്കാവുന്നതുള്ളൂ. മോർച്ചറിയിൽ സൂക്ഷിച്ചാൽ പോലും അതിന് കേടുപാടുകൾ സംഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം രൂപമാറ്റം വന്നുപോയി മൃതദേഹങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അവർക്ക് ആചാരപരമായ, മതപരമായ ഇന്നലെ തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെ സംസ്കാരം നടത്തിയത്. ഇന്നും സമാനമായിട്ടുള്ളൊരു യാത്ര പറയൽ, അന്ത്യയാത്ര നൽകാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്തായാലും DNA പരിശോധനാ ഫലം വരുമ്പോൾ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്, ഇവിടെ ഉറങ്ങുന്നു എന്നുള്ളൊരു തീർച്ചപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.